ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഗായ്സ്, ഇത്രയും നാൾ നമ്മൾ ചൊറിയും കുത്തി വീട്ടിലിരിക്കുകയായിരുന്നു. അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഗായ്സ്. നമ്മൾ പ്രിയദർശിനി കയറിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ബിക്കോസ് പ്രൈവറ്റ് ബസ് സമരമായിരുന്നു. പ്രിയദർശിനി കയറുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പിൽ നിന്നൊക്കെയാണ് ഗൈസ് പോയത്. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് പ്രിയദർശിനി കയറിയതാണ് കേട്ടോ. എന്തായാലും നമുക്ക് 2 പ്രാവശ്യവും പ്രിയദർശിനി തന്നെ കയറിയിട്ടുണ്ട്. പ്രിയദർശിനി കയറുന്നതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്, ഭയങ്കര സന്തോഷമായിരുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഹാപ്പിനെസ്സുമാണ് നിങ്ങളിത് ഈ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഒത്തിരി പോയി കേട്ടോ. നമുക്ക് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ് കിട്ടാൻ വേണ്ടി ഒത്തിരി താമസിച്ചു. ക്ലാസ്സിൽ നമുക്ക് കയറാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ഫസ്റ്റ് ബസ്സിൽ നമ്മൾ നിന്നാണ് പോയതെങ്കിലും നമുക്ക് ഈ ബസ്സിൽ ഇരുന്ന് പോകാൻ പറ്റി ഗൈസ്. കാഴ്ചകളൊക്കെ കണ്ട് നന്നായിട്ട് പോകാൻ പറ്റിയേ. നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, അവിടെ ഫോൺ കയറ്റാൻ പറ്റില്ല. ആ വിഷമത്തിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിട്ട് ചായക്കട വന്നിട്ട് ചായ കുടിച്ച. ഈ ടാറ്റ കാണിക്കുന്ന അവളെ കണ്ടോ, അവളാണ് നമുക്ക് കട സജസ്റ്റ് ചെയ്തതെന്ന് പറയാൻ പറഞ്ഞ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ചട്നിയായിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. കിട്ടിയ അവസരത്തിൽ ഞാൻ ഉള്ളിവട തട്ടിക്കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് അടുത്ത ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് SM-ലോട്ട് പോയി കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, നമ്മൾ അവിടെ ഇങ്ങനെ വിരകി നടക്കും. സോ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരികെ നടന്നേ. തിരിച്ച് പിന്നെ സ്റ്റോപ്പിലോട്ട് നടക്കണമായിരുന്നു. ഇത്രയും നേരം 100%-ൽ നിന്ന് നമ്മുടെ ചാർജ് 0%-ലേക്ക് പോയ കഥയാണ് ഗൈസ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ബസ് ഇല്ലായിരുന്നു. പ്രൈവറ്റ് ബസ് സ്ട്രൈക്ക് ആയിരുന്നു. നമ്മൾ KSRTCക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് KSRTC സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. ഒത്തിരി നേരം നമ്മൾ ബസ് നോക്കി നിന്നു ഗൈസ്. നമുക്ക് വൈക്കം ബസ്സായിരുന്നു കയറേണ്ടിയിരുന്നത്. ഒത്തിരി നേരം നോക്കി നിന്നിട്ടും ബസ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകപ്പാട് വെപ്രാളം അടിച്ച് നിൽക്കുക. 2:40 ബസ്സിന് നമ്മൾ 2:30 കഴിഞ്ഞപ്പോഴേ സ്റ്റോപ്പിൽ വന്നായിരുന്നു. ബസ് നോക്കി ഒത്തിരി നേരം നിന്നിട്ടും ബസ് വരുന്നില്ല. അവസാനം 3:30 വരെ നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ നമ്മൾ തന്നെ ഒരു തീരുമാനമെടുത്തു, നമുക്ക് നടക്കാം. നടക്കൽ നമുക്കൊരു വിഷയമല്ല എങ്കിലും അന്നത്തെ നടപ്പ്, ഓ മൈ ഗോഡ്, ഓർക്കാൻ കൂടി വയ്യ. നമ്മൾ 3 പേരും ശരിക്കും ടയേർഡായിപ്പോയി. 12 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വന്ന നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും 5:30-6 മണിയായിരുന്നു കേട്ടോ. അതിൻ്റെ വിഷമമാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബസ് ഇല്ലാത്തതിൻ്റെ വിഷമമാണ് ഗൈസ് പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ എന്ന് പറയുന്നത് പോലെ പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അതിൻ്റെ വില അറിഞ്ഞില്ല ഗൈസ്. ബസ് ഇല്ലാതെ വന്ന ദിവസമാണിത്. അങ്ങോട്ട് പുട്ടിയൊക്കെ അടിച്ച് പോയ ഞങ്ങളാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ വിയർത്തൊലിച്ച് പുട്ടിയും പോയി, എല്ലാം പോയി. ബസ്സും ഇല്ല, നടക്കേണ്ടിയും വന്നു. ആകെപ്പാട് ബുദ്ധിമുട്ടായിപ്പോയി. എന്തായാലും നമ്മൾ ഇനി നടന്ന് വീട്ടിൽ പോട്ടെ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ.